കുളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി ചിദാനന്ദപുരി സ്വാമികളും മറ്റ് ഹൈന്ദവ സന്യാസിമാരും മുനമ്പത്തെത്തിയിരിക്കുകയാണ്. വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളും ഒപ്പമുണ്ട്. വഖഫ് അധിനിവേശത്തിനെതിരായ മുനമ്പം സമരം ഇന്ന് 54ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മുനമ്പം സമരം ഇന്ന് 54ാം ദിവസമാണ്. കുളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി ചിദാനന്ദപുരി സ്വാമികളും മറ്റ് ഹൈന്ദവ സന്യാസിമാരും മുനമ്പത്തെത്തിയിരിക്കുകയാണ്. വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളും അദ്ദേഹത്തോടൊപ്പമുണ്ട്. വഖഫ് അധിനിവേശത്തിനെതിരായ മുനമ്പം സമരം കൂടുതൽ കരുത്താർജിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്, വാർത്തകളാണ് ഓരോ ദിവസവും മുനമ്പത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. മുനമ്പത്തെ 614 കുടുംബങ്ങളെ പ്രത്യക്ഷമായി ബാധിക്കുന്ന ഈ പ്രശ്നത്തിൽ ഈ കേരളത്തിലെ ഇടത് വലതു മുന്നണികൾ എടുക്കുന്ന സമീപനമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അവിടുത്തെ ആളുകളുടെ രക്ഷയ്ക്കായി ഹൈന്ദവ സംഘടനകളും BJPയും മാത്രമാണ് നിലയുറപ്പിക്കുന്നത് എന്നാണ് വസ്തുത. ഈ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ചില വ്യത്യസ്ത നിലപാടുകളുമായി കോൺഗ്രസ് വന്നിട്ടുണ്ട് എങ്കിൽ പോലും അതിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്ന കാര്യം സംശയിക്കപ്പെടേണ്ടതാണ്. ഇവരുടെ രേഖകൾ തിരിച്ചു കിട്ടണം എന്നതാണ് മുനമ്പത്തുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ആ ആവശ്യത്തിന് ചെവി കൊടുക്കാതെ ഒരു കാരണവശാലും മുനമ്പത്ത് നിന്ന് ആരെയും കുടിയൊഴിപ്പിക്കില്ല എന്ന ഒരു പ്ലെയിൻ പ്രസ്താവനയിൽ LDFൻ്റെയും UDFൻ്റെയും നിലപാടുകൾ അങ്ങനെ നിൽക്കുകയാണ്. വളരെ കൃത്യമായി അവർക്ക് ഈ ഭൂമിയിൽ എല്ലാവിധ തടസ്സങ്ങളും നീക്കിക്കൊണ്ട് ഉടമസ്ഥാവകാശം ലഭ്യമാകണമെന്നതാണ് BJPയുടെ നിലപാട്, ഹൈന്ദവ സംഘടനകളുടെ നിലപാട്. വാർത്തയുടെ വിവരങ്ങളുമായി കിരൺ ചേരുകയാണ്. കിരൺ, 54ാം ദിവസം സമരം കൂടുതൽ ശക്തിയാർജിക്കുകയാണ്. ആരെല്ലാമാണ് ഈ മുനമ്പത്തുകാരെ അഭിസംബോധന ചെയ്യാൻ ഈ സമയം അവിടെ എത്തിയിരിക്കുന്നത്? നീലിമ, ഈ മുനമ്പത്തെ നിരാഹാര സമരം അത് 54ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും വലിയൊരു പിന്തുണ തന്നെയാണ് സമരത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്വാമി ചിദാനന്ദപുരിയുടെ നേതൃത്വത്തിലുള്ള വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളെല്ലാം തന്നെ മുനമ്പത്തെ സമരപ്പന്തലിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു അടക്കമുള്ള ആളുകളെല്ലാം തന്നെ സമരപ്പന്തലിലേക്ക് എത്തി ഈ സമരസമിതി ആളുകളുമായി, സമരസമിതിയുടെ പ്രവർത്തകരുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുകയാണ്. ഏതായാലും ഇതിനുശേഷം അദ്ദേഹം തൻ്റെ സമരത്തിലെ അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കും എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. ഏതായാലും സമരം ഇങ്ങനെ ശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ചിദാനന്ദപുരി സ്വാമി അടക്കമുള്ള ആളുകൾ ഏതായാലും സമരപ്പന്തലിലേക്ക് എത്തുന്നത്. സ്വാമി ഏതായാലും 54ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. സ്വാമിയുടെ പിന്തുണ കൂടി വരികയാണ്. എങ്ങനെയാണ് ഇവിടെ സമരപ്പന്തലിൽ വരാൻ കഴിഞ്ഞത് ഇന്നാണ്. അതുകൊണ്ട് ഇന്ന് പിന്തുണ വരിക എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെയൊക്കെ മനസ്സിൽ ദീർഘകാലമായി അങ്ങേയറ്റം ക്ലേശവും ഖേദവും ഉണ്ടാക്കിയിട്ടുള്ള വിഷയമാണ്. ഇതിനെക്കുറിച്ച് ധാരാളമായി പ്രഭാഷണങ്ങളും അതുപോലെ ലേഖനങ്ങളെല്ലാം ഇതിനകം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ഒരു സമൂഹത്തിൻ്റെ, ഒരു രാഷ്ട്രത്തിൻ്റെ ഉള്ളിൽ തന്നെ നിയമ വ്യവസ്ഥ നമുക്ക് നൽകുന്ന, അല്ലെങ്കിൽ തുല്യനീതി എന്നുള്ള അടിസ്ഥാനമായ ഭാരതത്തിൻ്റെ ഭരണഘടന വിഭാവന ചെയ്യുന്ന നിയമവ്യവസ്ഥയുടെ ലംഘനമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. സ്വന്തം സ്ഥലത്ത് നിന്ന് നികുതി അടച്ച് അധികാരം വാങ്ങി താമസിക്കുന്ന സമൂഹം, അതെല്ലാം ഉപേക്ഷിച്ച് പോകാനുള്ള ഒരു ഭീഷണി വരിക എന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ ചിന്തിക്കാൻ കഴിയാത്ത വിഷയമാണ്. നമുക്ക് ഭരണഘടന നൽകുന്ന ഈക്വാലിറ്റി, ജസ്റ്റിസ് എന്നുള്ള ആ ഒരു അടിസ്ഥാന മാനത്തെ പോലും ലംഘിക്കുന്ന ഒരു വിഷയം വരുമ്പോൾ മൊത്തം സമൂഹത്തിൻ്റെ മുഴുവൻ പിന്തുണയും ചർച്ചയും ഈ വിഷയത്തിൽ മറ്റ് ഒരു പരിഗണനയുമില്ലാതെ, മറ്റെന്തെല്ലാം പരിഗണനയാണോ വിഭിന്നതകളാണോ നമുക്കുള്ളത്, രാഷ്ട്രീയപരമാവട്ടെ
അല്ലെങ്കിൽ മതത്തിൻ്റെ ആകട്ടെ, സമുദായത്തിൻ്റെ ആകട്ടെ, ഭാഷയുടെ ആകട്ടെ, ലിംഗത്തിൻ്റെ ആകട്ടെ ഒരു ഭേദവുമില്ലാതെ ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ടുന്ന ഒരു സന്ദർഭമാണിത്. അതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഏതായാലും വളരെയധികം നന്ദി. ഏതായാലും നീലിമ, അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ സമരം 54-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഈ സമരത്തിൻ്റെ ആദ്യഘട്ടത്തിൽ മുതൽ തന്നെ പിന്തുണയുണ്ട്. വിവിധ തരത്തിൽ നേരത്തെ തന്നെ ഹിന്ദു സംഘടനാ നേതാക്കളെല്ലാം തന്നെ ഈ സമരപന്തലിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എത്തിയ സമരപന്തലിലേക്ക് അദ്ദേഹം എത്തുന്നത് 54-ാം ദിവസത്തിലാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പിന്തുണ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും മുനമ്പത്തെ ജനങ്ങളുടെ മൗലികമായ അവകാശത്തിൻ്റെ ലംഘനമാണ്, ഭരണഘടന നൽകുന്ന അവകാശങ്ങളിലെല്ലാം തന്നെ ഒരു ലംഘനമാണ് മുനമ്പത്ത് നടക്കുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. നീലിമ, ഒരു പൊതുയോഗം എന്നതിലപ്പുറത്തേക്ക് അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് അറിയാനാണ് സ്വാമി അടക്കമുള്ളവർ എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേട്ട് മനസ്സിലാക്കുകയാണ് എന്നാണ് ഇന്നത്തെ ഒരു പരിപാടിയിലൂടെ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണോ കിരൺ? ഭൂമി വാങ്ങിച്ച് ഉടമസ്ഥാവകാശത്തോടു കൂടി കരമടച്ച് തീർച്ചയായിട്ടും നീലിമ, ഇപ്പോൾ ഈ സമരപന്തലിലേക്ക് അദ്ദേഹം എത്തിയതേ ഉള്ളൂ. ഇപ്പോൾ സമരസമിതിയുടെ ചെയർമാൻ അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവരുമായി സംസാരിച്ച് ശേഷം അദ്ദേഹം ഈ നിലവിലെ സ്ഥിതിഗതികളെല്ലാം തന്നെ അറിയുക എന്നതുകൂടി ഒരു പ്രധാന കാര്യം തന്നെയാണ്. ഏതായാലും ഈ സമരത്തിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ തുടക്കഘട്ടം മുതൽ തന്നെ ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകൾ നേരത്തെ തന്നെ രംഗത്തുണ്ട്. നേരത്തെ ഈ സമരത്തിലേക്ക്, നിരാഹാര സമരത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യ സമയത്ത് ഇതിന് പിന്തുണയുമായി എത്തിയത് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ RV ബാബു അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തുകയും സമരത്തിന്റെ ഭാഗമാവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഈ സമരത്തിലെ പിന്തുണയും അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായ ധാരണ അത് സ്വാമിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. സമരത്തിൻ്റെമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന് നേരത്തെ തന്നെ അറിയാൻ പറ്റിയിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ അദ്ദേഹം സമരസമിതിയുടെ പ്രവർത്തകരുമായി അവിടുത്തെ സാഹചര്യങ്ങളും മറ്റു പല ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഈ വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഏതായാലും സമരപന്തലിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു വിഷയം അദ്ദേഹം കൂടി തന്റെ കാഴ്ചപ്പാട് അവതരിപ്പിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നീലിമ.